ദൈവം നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? കർത്താവ് നമ്മളുടെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നാണ് ആശിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യിരെമ്യാ പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരേണ്ടതിന് നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, അത് നിങ്ങളുടെ നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് യിരെമ്യാ പ്രവാചകൻ കുറിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭാവി എങ്ങനെയായി കാണുവാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ മക്കളുടെ ഭാവിയാവട്ടെ, മരുമക്കളുടെ ജീവിതമാവട്ടെ, കൊച്ചുമക്കളുടെ ഭാവിയാവട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയുടെ ഭാവിയാവട്ടെ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ, നിങ്ങളുടെ കരിയറിൻ്റെ ആ ഫ്യൂച്ചർ എങ്ങനെയായി കാണണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിശ്ചയമായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഗുഡ് ഫ്യൂച്ചറാണ്, ഒരു ശുഭഭാവിയാണ്. ആരും ചീത്തയായി കാണണമെന്ന് ആഗ്രഹിക്കത്തില്ലല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, ദൈവത്തിന് അതിനെക്കുറിച്ച് വിചാരമുണ്ട്, അവൻ നമ്മെക്കുറിച്ച് നിരൂപിക്കുന്നുണ്ട്. അത് നമ്മളുടെ തിന്മയ്ക്കല്ല, അത് നമ്മളുടെ നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ. പക്ഷേ എല്ലാവർക്കും ആ ഒരു ഗുഡ് ഫ്യൂച്ചർ കിട്ടുന്നില്ല ഈ ലോകത്ത്. വൈ? അതിൻ്റെ കാരണം യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പറയുന്നു: ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന്. ഏത് വിട്ട് മാറരുത് എന്നാണ് പറയുന്നത്? എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കാം. ദൈവദാസൻ നിന്നോട് പറഞ്ഞു തന്നതായ ദൈവവചനത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. നീ കേൾക്കുന്ന ദൈവവചനത്തിൽ നിനക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടാകുകയും ഇത് വിശ്വസിച്ചാൽ, ഇതനുസരിച്ചാൽ, ഇത് പ്രമാണിച്ചാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാകും എന്ന് വിശ്വസിച്ച് നീ ചെയ്താൽ, വിശ്വാസത്തോടെ നീ നടന്നാൽ ചെല്ലുന്നിടത്തൊക്കെയും നിശുഭമായിരിക്കും. ദൈവവചനം വിട്ടുമാറി നടക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവത്തിന് അവരെക്കുറിച്ച് നിരൂപണമുണ്ടെങ്കിലും അവർക്ക് ദൈവത്തെക്കുറിച്ച് വിചാരമില്ലാത്തത് കൊണ്ട് അവർക്കൊരിക്കലും എത്തിപ്പെടേണ്ട സ്ഥാനത്ത് എത്തുവാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ഒരു മനുഷ്യന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ എന്ന് സദൃശവാക്യത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് എഴുതി വെച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കും തോന്നാം, എൻ്റെ വഴികൾ എല്ലാം ശരിയാണ്, എൻ്റെ തീരുമാനങ്ങൾ എല്ലാം ശരിയാണ്, ഞാൻ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. എന്നാൽ നീ നിന്നെ തന്നെ ശോധന ചെയ്യുക. ഒന്നും കൂടെ തിരുവെഴുത്തുകളെ തുറന്നു വെച്ച് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥനയോടെ പരിശോധിക്കുക. നിന്റെ കണ്ണ് തുറക്കുവാൻ ദൈവത്തിൻ്റെ വചനം നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നീ ഒരു വഴി തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞു നടത്തുവാൻ അരികിൽ വരും. ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുകയാണ്, നാം ശുഭഭാവി അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളുടെ തിന്മയല്ല, നമ്മളുടെ നന്മ തന്നെ അവൻ നിരൂപിക്കുന്നു. എന്നിട്ടും എല്ലാവർക്കും ഇത് കിട്ടുന്നില്ല. കാരണം വചനം വിട്ടു നടക്കുകയാണ്. പ്രാർത്ഥനയിൽ മുടക്കം വന്നിരിക്കുകയാണ്. ആരാധനയിൽ പിറകോട്ട് പോയിരിക്കുകയാണ്. ദൈവഭയത്തിൽ നിന്നും ദൈവഭക്തിയിൽ നിന്നും ദൂരെ അകന്നു മാറി നിൽക്കുകയാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കുഞ്ഞെ, യഹോവയുടെ കരം കുറുകി പോയിട്ടില്ല. ഇപ്പോഴും പ്രവർത്തിക്കാൻ ദൈവത്തിന് പറ്റും. നിന്റെ ജീവിതത്തിൽ കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് മന്ദവുമല്ല. നിന്റെ നിലവിളി കേൾക്കാൻ ദൈവത്തിന് പറ്റും. എങ്കിലും യെശയ്യാവ് പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റുന്നത് അകൃത്യങ്ങളാണ്, പാപങ്ങളാണ്, പാപസ്വഭാവങ്ങളാണ്, പാപത്തിൻ്റെ സ്വാധീനമാണ്. വചനം സ്ട്രൈറ്റ് ഫോർവേഡാണ്. വചനം വളഞ്ഞതല്ല. വചനം എപ്പോഴും നേരെ സഞ്ചരിക്കുന്നതാണ്.
പ്രകാശവേഗതയേക്കാൾ അതിവേഗത്തിൽ ഓടുന്ന വചനത്തെ ആശ്രയിച്ച് ഞാൻ പറയുന്നു, വചനം വിട്ടുമാറാൻ ഇടത്തു നിന്നും വലത്തു നിന്നും പല സ്വാധീനങ്ങളും വരും, പല പ്രലോഭനങ്ങളും വരും, പല ആകർഷണങ്ങളും വരും. നീ അവിടേക്ക് വീണു പോകാതെ, വഴുതി പോകാതെ, ഉറപ്പും ധൈര്യവും ഉള്ളവളായി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. എന്നെ കേൾക്കുന്ന നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാൻ ഒന്നേ ഉള്ളൂ, ഗുഡ് ഫ്യൂച്ചർ, ശുഭഭാവി നിനക്കുണ്ടാവും. വചനം വിട്ടുമാറരുത്. യോശുവയോട് പറഞ്ഞ വാക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടവൻ. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നീ എവിടെയായിരുന്നാലും, നീ എവിടെ പോയാലും, നീ എവിടെ ചെന്നാലും, നീ ഏത് രാജ്യത്തേക്ക് പോയാലും, നീ ഏത് ദേശത്തിലേക്ക് പോയാലും, നീ ഏത് ഭവനത്തിലേക്ക് മാറിയാലും, നീ ഏത് കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോയാലും, നീ എവിടെ ചെന്നാലും നിനക്ക് ശുഭത ഉണ്ടാവണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, വചനത്തെ മുറുകെ പിടിക്കാം. സങ്കീർത്തനം 1 എഴുതിയിരിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. എന്തിനങ്ങനെ എഴുതി വെച്ചേക്കുന്നേ? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇല വാടാത്തതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സക്സസ്ഫുൾ ലൈഫാണോ നീ ആഗ്രഹിക്കുന്നത്? ഗുഡ് ഫ്യൂച്ചറാണോ നീ ആശിക്കുന്നത്? നീ ആശിക്കുന്നത് നിനക്ക് ലഭിക്കുവാൻ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന പോലെ തക്ക സമയത്ത് ഫലം കായ്ക്കാൻ, ചെയ്യുന്നതിലെല്ലാം സക്സസ് ഉണ്ടാവാൻ, നീ തൊടുന്ന സകലത്തിലും ദൈവം അനുഗ്രഹം കൽപ്പിക്കാൻ, വചനം വിട്ടുമാറാതെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ദൈവവചനത്തെ പ്രമാണിച്ച് ജീവിക്കാം. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ വായിക്കുകയും വായിച്ച് കേൾക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 3-ാം ലേഖനത്തിൽ ഇങ്ങനെ കുറിച്ചു, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇറ്റ്സ് മൈ പ്രെയർ. ഇതെൻ്റെ പ്രാർത്ഥനയാണ്. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പേരൻസ് ആണോ നിങ്ങൾ? കൊച്ചു മക്കളുടെ ഭാവിയെക്കുറിച്ച് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? ആത്മീയ സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആത്മീക ശുശ്രൂഷകരാണോ നിങ്ങൾ? നിങ്ങളോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, എനിക്കല്ല, ദൈവവചനത്തിനൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ശുഭമായിരിക്കേണ്ടതിന്, സുഖമായി ജീവിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ, വചനം വിട്ട് മാറരുത്. എന്തു വന്നാലും, യോർദാൻ വന്നാലും, ചെങ്കടൽ വന്നാലും, തീച്ചൂള വന്നാലും, ഞെരുക്കം വന്നാലും, മരുഭൂമി വന്നാലും, ഫറവോനും സൈന്യവും വേട്ടയാടിയാലും, ഏത് സാഹചര്യത്തിലും ഉറപ്പും ധൈര്യവും ഉള്ളവരായി ഇരിക്കാം. മോശ നിന്നോട് പറഞ്ഞ ന്യായപ്രമാണത്തിലെ വചനങ്ങളെന്ന് പറയുമ്പോൾ ഒരു ദൈവദാസൻ നിങ്ങളോട് അറിയിച്ച ദൈവവചനത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം, ധൈര്യമുണ്ടാവണം. എങ്കിൽ നിങ്ങൾ ആശിച്ച ശുഭഭാവി നിശ്ചയമായി ഉണ്ടാകും. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനായ ദൈവമേ, ഞങ്ങളെക്കുറിച്ച് നീ നിരൂപിക്കുന്നതിന് നന്ദി. വചനം ഞങ്ങൾക്ക് കൽപ്പിച്ചാക്കി തന്നിരിക്കുന്നത് പോലെ അത് വിട്ടുമാറാതിരിക്കേണ്ടതിന് രാപ്പകൽ വചനം ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കർത്താവിൻ്റെ മുഖത്തെ നോക്കി ജീവിപ്പാൻ, നീതിയോടെ നടപ്പാൻ, വചനം ഞങ്ങളുടെ കാലിന് ദീപമായും പാതക പ്രകാശവുമായി തീരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്നവരുടെ കുടുംബത്തെയും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ ആത്മീക ഗൃഹത്തെയും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ഇവർ ചെല്ലുന്നിടങ്ങളിലെല്ലാം ഇവർ ശുഭതയായി സുഖമനുഭവിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഇവരെ സകല സത്യത്തിലും വഴി നടത്തേണ്ടതിന് ഇവരേവരും ആത്മനിറവ് പ്രാപിക്കണം. ദൈവത്തോട് ആലോചന കഴിച്ച് ദൈവശബ്ദം കേട്ട് കർത്താവിൻ്റെ വഴിയിൽ നടപ്പാൻ കർത്താവ് ഇവരെ സഹായിക്കണം. എല്ലാ ശുഭവും സുഖവുമായ നന്മകളാൽ എൻ്റെ ദൈവം ഇവരെ മാനിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പല രാജ്യങ്ങളിൽ അശുഭത അനുഭവിക്കുന്ന, അസ്വസ്ഥത അനുഭവിക്കുന്ന, അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം
വിട്ടുമാറിയ, പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോയ, ആരാധനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന, വിശ്വാസത്തിൽ നിന്നും ദൈവഭയത്തിൽ നിന്നും ദൈവഭക്തിയിൽ നിന്നും ദൂരേക്ക് മാറിപ്പോയ അവർ മടങ്ങി വന്ന് അവരെക്കുറിച്ച് നിരൂപിക്കുന്ന, വിചാരിക്കുന്ന, ശുഭഭാവി അവർക്ക് വരേണ്ടതിന് ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ജീവിക്കുമാർ മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനവും സുഖവും ശുഭവുമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയരെ, ചിലപ്പോൾ ഒരു മനുഷ്യന് തൻ്റെ വഴി ചൊവ്വായി തോന്നും. അതിൻ്റെ അവസാനം മരണ വഴികളെത്രയെന്ന് ശലോമോൻ പറഞ്ഞത് മറക്കരുത്. നിന്റെ വഴിയും നിന്റെ ചിന്തയും നിന്റെ റൂട്ടും ദൈവത്തെ ഏൽപ്പിക്കാം. നിന്നെ എത്തിക്കേണ്ട ഡെസ്റ്റിനിയിൽ അവനെത്തിക്കും. എല്ലാവർക്കും ശുഭം സുഖം ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു.